ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ്. എന്തോന്നല്ലേ, ആദ്യം ഐറ്റം എന്താ നോക്കുന്നത്? കുറച്ച് കൊച്ചുമത്തി കിട്ടിയിട്ടുണ്ട്. ഈ കൊച്ചുമത്തി കൊണ്ട് നല്ല അടിപൊളി ഒരു മത്തി ചമ്മന്തി എന്നാ, അതൊരു വ്യത്യാസമല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. നല്ല രീതിയിൽ തന്നെ ആ ചമ്മന്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കൊച്ചുമത്തിയൊക്കെ ഒന്ന് വെട്ടിക്കൊണ്ട് വരട്ടെ. ഇപ്പം മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1 കിലോ കൊച്ചുമത്തിയാണ് മേടിച്ച് ഇതേന്ന് കുറച്ചെടുത്ത് നമ്മൾ പീര വറ്റിച്ചിട്ടുണ്ട്. ഇപ്പം ചമ്മന്തി അരയ്ക്കുന്നതിന് മുമ്പേ പീര വറ്റിച്ചൊക്കെ അടുപ്പത്തിരിപ്പുണ്ട്, അത് കാണാം. കേട്ടോ, മത്തി ചമ്മന്തിക്ക് ആകുമ്പോഴത്തേക്ക് ചമ്മന്തി കുറച്ച് മതിയല്ലോ. ബാക്കി മത്തി എടുത്ത് നമ്മൾ ഒന്ന് പീര വറ്റിച്ചതാണ്. അപ്പോൾ ഇതൊന്നും അടുപ്പത്തൊന്ന് മാറ്റി വെക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐറ്റമാണ്, അതുകൊണ്ടാണ് പിന്നെ നമ്മളത് വിശദമായിട്ടൊന്ന് പറയാം. കാന്താരിയൊക്കെ ഇട്ട് ഇപ്പോൾ ഇത് എടുത്ത് താഴോട്ട് വെക്കാം. ഇനി ഈ ബാക്കി മീനെടുത്ത് നമ്മളൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടിയിട്ട് പിച്ചി കയറി ഇതൊന്ന് പുരട്ടി വെക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് പുരട്ടി വെക്കാം. സാധാരണ മത്തിയൊക്കെ വറക്കുന്ന ആ രീതിയിലുള്ള മസാലയൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇത് ഒന്ന് പൊട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഈ പാൻ്റെ അകത്താണ് ഇതൊക്കെ റെഡിയാക്കുന്നത്. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഈ പാൻ അങ്ങോട്ട് വെക്കാം. ഇനി ഈ പാൻ അടുപ്പത്തോട്ട് വെച്ചതിന് ശേഷം പാനൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക്, ഇത് കുറേ എരിവില്ലാത്ത കാശ്മീരി മുളകും ഇത് എരിവുള്ള മുളകുമാണ്. ഈ എണ്ണ ചൂടായതിൻ്റെ അകത്തോട്ട് ഈ മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ മുളക് ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം മുളക് വറക്കുമ്പോഴത്തേക്ക് ഇത് കരിച്ച് പോകാതെ ശ്രദ്ധിക്കണം. മുളകൊക്കെ അത് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതാണ് കോരിയെടുക്കുക. എണ്ണ നിർത്തിക്കോളും. ഇനി ആ എണ്ണയിലിട്ട് തന്നെ നമുക്കൊരു 10-15 ചെറിയ ഉള്ളി, ആ ഉള്ളിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ ഒരല്പം കൂടുതൽ തിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. ഉള്ളിയുടെ കളറൊന്ന് മാറി വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട, ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് ഈ സൈഡിലോട്ട് ഇടും. അപ്പോൾ ഉള്ളിയും കൂടെ നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഈ കൊച്ചുമത്തിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പക്ഷേ വലിയ മത്തിയാണെങ്കിൽ അതിനകത്ത് മുള്ള് വരും. ഇതാകുമ്പോൾ അധികം മുള്ളൊന്നും വരത്തില്ല. ഇത് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. തീ ഒന്ന് കൂട്ടി വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമ്മൾ സാധാരണ ചൂടയൊക്കെ വറുത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ വേണം ഇതിവിടെ വറുത്തെടുക്കാനായിട്ട്. ഇങ്ങനെ അടുത്ത് ഇട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ചുമൊക്കെ ഒന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരല്പസമയമായി കാര്യം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഇതേപോലെ ഒന്ന് ആക്കിയിട്ടുണ്ട്. കണ്ടോ, കരിഞ്ഞു പോകാതെ എന്നാൽ ഫ്രൈ ആവുകയും ചെയ്യണം. ഇനി അടുപ്പങ്ങ് നിർത്താം. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ആദ്യം തന്നെ ജാറിൻ്റെ അകത്തോട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം മുളക് ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മുളക് പൊടിക്കുമ്പോഴത്തേക്കും അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുക. ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതാദ്യമേ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. മുളക് പൊടിക്കാൻ നോക്കട്ടെ. ഇതാണ് മുളകൊക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിട്ട് ആ ഉള്ളിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് അങ്ങോട്ടിടുക. ഈ ചമ്മന്തിക്ക് നമുക്കറിയാതെ തേങ്ങ വേണം. കുറച്ച് തേങ്ങാപ്പീരയും കൂടെ ഇട്ട് കൊടുക്കുക. പകുതി പാത്രം തേങ്ങാപ്പീര. ഇപ്പം നമുക്കിനി അടുത്തായിട്ട് കുറച്ച് വാളംപുളിയാണ്. ചമ്മന്തിക്ക് ആവശ്യമുള്ള പുളി
അതൊരു ഇട്ട് കൊടുക്കുക. നടത്തി ഇങ്ങനെ ഇട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇടും. അപ്പോൾ ഇതൊന്ന് കറക്കി എടുത്തിട്ട് വേണം നമുക്ക് മീനൂടെ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് മീനൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. കാര്യം നമ്മൾ ഈ ആദ്യം മുളകൊക്കെ ഇട്ട് പൊടിക്കുന്നത് എന്നാന്ന് വെച്ചാൽ എന്നാലും അത് ശരിക്കും നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റത്തെയാണ് പരിപാടി. ഇനി അത് ഈ മീനോട് ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ സ്പൂണും കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മത്തി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ജാറിൻ്റെ അകത്ത് അങ്ങോട്ട് എടുക്കും. ഇനി നമുക്ക് ഈ ചമ്മന്തി പാത്രത്തിലോട്ട് മാറ്റാം. ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരുപാട് ഐറ്റം ചമ്മന്തി നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മത്തി ചമ്മന്തി നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും, അത് യാതൊരു സംശയമില്ല. കഴിച്ചു നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റാണ്, നല്ല രുചി, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എന്നാന്നറിയോ, നമ്മുടെ ഇപ്പോൾ പ്രേക്ഷകർ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ കാണുകയും ഒരു പക്ഷേ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം കേട്ടോ. ഉണക്കമീനും കൊണ്ട് ചിലപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ BP അതുപോലുള്ള അസുഖങ്ങളൊക്കെ ഉണക്കമീൻ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലെ പച്ചമീനും കൊണ്ട് ചമ്മന്തി ഉണ്ട്. നല്ല വിശപ്പ്. ചോറ് അങ്ങോട്ട് വാർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ചോറെടുക്കാം. ആ ശരി, സമയം ഒരുപാടായി, വിശക്കുന്നു. ആ മതി. നല്ല ചൂട് കുത്തരിച്ചോറും ഇച്ചിരി ചമ്മന്തി കൂടെ അങ്ങോട്ടിട്ട്. മത്തിച്ചമ്മന്തി. ആ ചമ്മന്തിയായി. കാന്താരി മുളകിട്ട കൊച്ചുമത്തി ബീര്. ആ ഇതൊക്കെ ഏറ്റവും നല്ല ഏതാണോ നന്നായിട്ട് വെച്ചാണ്. സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇച്ചിരി സാമ്പാറും കൂടെ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കും. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ. ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ റെഡി. ആ അച്ചാറും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇതൊക്കെ. സാമ്പാറും മത്തിപ്പീരയും മത്തി കൊണ്ടുള്ള ചമ്മന്തിയും ഒക്കെ അല്ലേ? ഇതൊക്കെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഊണാണ്. തീർച്ചയായിട്ടും ഈ ചമ്മന്തിയുടെയാണ് നമ്മളിന്ന് ചെയ്ത്. ഈ ചമ്മന്തി നിങ്ങൾ ഇത്തിരി കൊച്ചുമത്തി മേടിക്കുമ്പോൾ ഇതേ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി തന്നെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെയ്തു നോക്കാം കേട്ടോ, സൂപ്പറാണ്. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് വയ്ക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.